വെക്കേഷൻ തുടങ്ങി പിറ്റേ ദിവസം തന്നെ പോയതാണ് പൊന്നു വല്യച്ഛൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഇന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവളെ കണ്ടപ്പോൾ എൻ്റെ സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കേണ്ടതായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ ബാഗ് വെച്ചത് അവൾ ഓട്ടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഒന്ന് അവന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അവളുടെ പോക്കറ്റ് മണി കൊണ്ട് അവനൊരു ബോയ്സിൻ്റെ കിൻഡർ ജോയ് വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കണ്ണപ്പനാണെങ്കിൽ കിൻഡർ ജോയ് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിൻഡർ ജോയ്. അവനെ കൊണ്ടുപോകാത്തതിലുള്ള പരിഭവമൊക്കെ അവന് ഈ കിൻഡർ ജോയ് കിട്ടിയത് മറന്നുപോയി കേട്ടോ. പിന്നെ ഇതിൽ എന്താ കളിപ്പാട്ടുള്ളതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കണ്ണപ്പൻ. അതുകൂടാണ്ട് പൊന്നൂനും കണ്ണപ്പനും കിൻഡർ ജോയ് വാങ്ങിയാലും രണ്ടും പൊട്ടിക്കുന്നത് പൊന്നു തന്നെയാണ് കേട്ടോ. പൊട്ടിച്ചിട്ട് അതിൽ എന്താ കളിപ്പാട്ടം എന്നുള്ളത് അറിയുന്ന ഒരാൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. വേഗം തന്നെ അവൾ ബാഗൊക്കെ വെച്ച് വന്നു കേട്ടോ ഇത് പൊട്ടിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ കണ്ണപ്പൻ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുന്ന നേരം കൊണ്ട് അവൾ വേഗം തന്നെ പൊട്ടിച്ച് അതിലുള്ള ലിസ്റ്റ് പോലെ തന്നെ അത് നേരെ ഫിറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. സംഭവം ഒരു വണ്ടിയാണ്. വണ്ടി കണ്ടാൽ പിന്നെ കണ്ണപ്പൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ സഞ്ജുക്കുട്ടൻ വന്നു കേട്ടോ. അവൻ്റെ കയ്യിൽ ഒരു മിഠായി ഉണ്ടായിരുന്നു. പിന്നെ കിൻഡർ ജോയിലുള്ള ആ 2 ബോൾ പോലത്തെ മിഠായി രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ഒപ്പം പൊന്നൂനും ക്രീം പോലത്തെ സംഭവം വാരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊന്നൂനാണെങ്കിൽ ഇവൾ കൊണ്ടുവന്ന സാധനം അവന് ഇഷ്ടപ്പെട്ടതിലുള്ള സന്തോഷമാണ്. അങ്ങനെ കളിപ്പാട്ട് ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പൊന്നുവിൻ്റെ ത്രില്ല് അങ്ങോട്ട് പോയിട്ടോ. അതിനുശേഷം കണ്ണപ്പൻ്റെ കയ്യിലെ മൈലാഞ്ചി ചമ്പ് കണ്ടപ്പോൾ അവൾക്കും വേണമെന്നായി. ഞാനാണെങ്കിൽ അവന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ബാക്കി മൊത്തം അവൾക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. വലിയൊരു കൈ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ എൻ്റെ കലാബോധം വളർത്താനായിട്ട്. അങ്ങനെ ദേ ഇവളുടെ കൈയാണ് എൻ്റെ അടുത്ത ആയുധം. അങ്ങനെ ഞാൻ മൈലാഞ്ചി ഇടുന്ന ഭംഗി കാണാനായിട്ട് എല്ലാവരും ഒത്തുകൂടിയിട്ടോ. കണ്ണപ്പനാണെങ്കിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടായിരുന്നു കണ്ടോണ്ടിരുന്നത്. ഇടയ്ക്ക് അമ്മയൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ.